ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. മാക്രോണി പിങ്ക് പാലട. അത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കല്ലേ. ആദ്യം നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മാക്രോണി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ ഒരു സൈസിലാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് പൊടിച്ച് കളയരുത്. ഇനി നമുക്ക് ഈ ഒരു മാക്രോണിനെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിലും കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ. മാക്രോണി വേവിക്കുന്ന സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് എൻ്റെ മാക്രോണിയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മാക്രോണിയെ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കാരമൽ ചെയ്തെടുക്കുന്നത്. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് കാരമൽ ചെയ്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ കാരമലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ കാരമലായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് ഞാനിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി പാല് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള മാക്രോണി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാക്രോണിയെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാക്രോണി നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് തന്നെ പായസത്തിലൊന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ഉപ്പ് പോരാ എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ കാരമൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് പിരിയുന്നത് പോലെ തോന്നും, പക്ഷെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു കാരമൽ ചെയ്ത പഞ്ചസാര ചേർക്കുന്നതാണ് നമ്മളെ എല്ലാ പായസത്തിനേക്കാളും ഈ ഒരു പായസം വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പശു നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുന്തിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്തെടുത്ത വറവ് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പിങ്ക് മക്രോണി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കല്ലേ. താങ്ക് യു.